ഫ്രണ്ട്സ്, എല്ലാവർക്കും സമ്പത്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ നല്ല ചൂടാകുമ്പോൾ ബേഡ്സിന് കുറേ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേജിൽ വരുന്നൊരു ഇഷ്യൂ ആണ് ഈ ഉറുമ്പിൻ്റെ ഒരു ശല്യം. മഴയെക്കാട്ടി കൂടുതൽ ഈ വെയിൽ സമയത്താണ് ഇവരുടെ ഏറ്റവും ശല്യം കൂടുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ചീപ്പ് കോസ്റ്റിൽ നമുക്കത് ഒഴിവാക്കാം. നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് നമ്മളെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്കുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പരിപാടിയായിട്ട് പോകുന്നത് ഇവിടെ അവരുടെ ഒരു കൂടുണ്ട്. ഇതാണ് അവസ്ഥ. അതുപോലെ ഈ കേജിനകത്ത് ഈ താഴെ ഇതിൻ്റെ ഓപ്പോസിറ്റ് അകത്തിൽ ഇവരുടെ കേജുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ കേജിൻ്റെ അവസ്ഥ. ഇവരിങ്ങനെ എറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, മഞ്ഞപ്പൊടി ഇട്ട് നോക്കിയിട്ടുണ്ട്, DDT ഇട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു മഞ്ഞപ്പൊടി ഞാനേ സേഫാണെന്ന് വെച്ച് പല വീഡിയോ കണ്ടു. അപ്പോൾ കേജിനകത്ത് ഇടാമെന്ന് വെച്ച് ഇട്ടതാണ്. പക്ഷേ അതിന് വലിയ റിസൾട്ടായിട്ട് കണ്ടില്ല. DDTയുടെ കുഴപ്പം വെച്ചാൽ DDT ഒരു 1 വീക്കൊക്കെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അത് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ല. ഈ ബേഡ്സിന് എഗ് ഫുഡ് കൊടുക്കുന്നത് നോക്കണം. ഇത് നമ്മുടെ എഗ് ഫുഡ് ഇന്നലെ കൊടുത്തതിൻ്റെ പാത്രമാണ്. എഗ് ഫുഡ് കൊടുക്കുന്നത് ശ്രദ്ധിക്കണം. കാരണം ഈ ചൂട് സമയത്ത് ഈ എഗ് ഫുഡ് തിന്നാൻ ഇതിൻ്റെ സ്മെല്ല് അടിച്ചിട്ട് ഇത് വരും, ഉറുമ്പുകൾ വരും. അത് വൺസ് ഉറുമ്പ് ഈ എഗ് ഫുഡിൻ്റെ പാത്രത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ബേഡ്സ് അത് കഴിക്കൂല. അവർക്ക് കാണാൻ കാലിനൊക്കെ നല്ല കടി കിട്ടുന്നുണ്ട്. എഗ്ഗ് വെച്ചൊരു 15-20 മിനിറ്റിനുള്ളിൽ തീർന്നില്ലെങ്കിൽ പെയ്യാൻ ഉറുമ്പ് കയറി തുടങ്ങും. ഉറുമ്പ് കയറി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ എഗ് ഫുഡ് കഴിക്കാൻ വരില്ല. അപ്പോൾ നമ്മുടെ സ്ഥിരമുള്ള അവസ്ഥ ഇതാണ്. നമ്മൾ എഗ് ഫുഡ് വെച്ച് കൊടുക്കും, ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ ഇത് പെയ്യാൻ ഉറുമ്പ് കയറി തുടങ്ങും. ഉറുമ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര ഉണ്ടെങ്കിലും ബേഡ്സ് കഴിക്കാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ അത് മൊത്തം നമ്മുടെ എഗ് ഫുഡും ഉറുമ്പ് കഴിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇത് ഉറുമ്പുകൾ കൂട് വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം ഉറുമ്പിൻ്റെ കൂടാണ്. എൻ്റെ കയ്യിൽ കഴിഞ്ഞ ദിവസം DDTയുടെ പൊടിയാണെന്ന് തോന്നുന്നു. ഇത് ഉറുമ്പിൻ്റെ കൂടാണ്. ഈ ബോക്സിനകത്തിൽ ആ ബോക്സ് ഉണ്ട്, അതൊരു പീച്ച് പെയറിൻ്റെ ബോക്സാണ്. അപ്പോൾ അവർ ലാസ്റ്റ് ബ്രീഡിങ് കഴിഞ്ഞപ്പോൾ ഇതിനകത്തോട്ട് അടുത്ത ബോക്സിൽ എഗ്ഗ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് കുഴപ്പം ഇതിനകത്ത് നല്ലപോലെ ഉറുമ്പുണ്ട്. അപ്പം എഗ്ഗ് ചെയ്താലും ഈ എഗ്ഗിനെ വരെ ഹോളിട്ട് ഉറുമ്പ് കഴിച്ചിട്ടുണ്ട്. അത് വരെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് കണ്ട് ഇവിടെ കാണാം ഉറുമ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് അവർ എഗ്ഗ് ചെയ്താൽ അവരുടെ എഗ്ഗും പോവും. ഇനി കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ കുഞ്ഞുങ്ങളെയും അവർ തന്നെ. എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു പീച്ച് പെയറുണ്ടായിരുന്നു, അവർക്കൊരു 3 കുഞ്ഞ് ഒരു പ്രാവശ്യം ഇറങ്ങി. അപ്പോൾ ഞാൻ നോക്കി 3 കുഞ്ഞുണ്ട്. അപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ദിവസം കയറി നോക്കാറില്ല, വീക്കിൽ വൺസ് വല്ലതും കയറി നോക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കേജിലോട്ട് വന്നപ്പോൾ ഈ ബേഡ് ബോക്സിനകത്ത് കയറുന്നില്ല. അപ്പോൾ ഞാനത് ഭയങ്കര വീഴായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കയറി നോക്കിയപ്പോൾ എന്താ, ഈ 3 കുഞ്ഞുങ്ങളെ ഉറുമ്പുകൾ തിന്നേക്കുവാണ്. അത് നല്ലൊരു ഈ ചൂട് സമയത്താണ്. മഴ സമയത്ത് ഇത്രയും കാര്യമായ ഇഷ്യൂ ഞാൻ കാണാറില്ല. പക്ഷേ ഈ ചൂട് സമയത്താണ് എനിക്കൊന്ന് ഉറുമ്പുകൾക്ക് ഫുഡ് കിട്ടാതാവുന്നൊരു സമയം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്ത് കാലാവസ്ഥ ഗുണം കൊണ്ടാണ് എന്താണെന്നുള്ളത്, ഈ ചൂട് സമയത്താണ് ഇത്ര ഉറുമ്പുകൾ കാണാറ്. അപ്പം ഞാൻ അന്ന് കയറി നോക്കി 3 കുഞ്ഞുങ്ങളെ ഉറുമ്പ് തിന്നു. അവർ 3 ഡെത്തായി കഴിഞ്ഞപ്പോൾ ഈ ബോക്സിനകത്ത് ഇത്രയും ഉറുമ്പുള്ളതുകൊണ്ട് പാരൻസിന് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അവർ ആ കൂട് ഉപേക്ഷിച്ചു. ഉറുമ്പ് കയറിയപ്പോഴും അവരത് ഉപേക്ഷിച്ചു. അപ്പം എല്ലാവരും ഈ ചൂട് സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഇങ്ങനെ കുറേ ഇഷ്യൂ ഉണ്ട്. എഗ്ഗ് കൊടുക്കുന്നതിൻ്റെ ഇഷ്യൂ ഉണ്ട്, ഇതുകൊണ്ട് ബോക്സിനകത്ത് ഉറുമ്പ് കയറുന്നതിൻ്റെ ഇഷ്യൂ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ തിനയൊക്കെ ഉണ്ടല്ലോ, സീഡ് മിക്സ്, ഇതെല്ലാം ഇവരെടുത്തോണ്ട് പോകും. അങ്ങനെ കുറേ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഈ ചൂട് സമയത്ത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, ഇങ്ങനെ ഉറുമ്പ് കയറുന്നുണ്ടോ ഇല്ലയോ എന്ന്. കേജ് സ്ഥിരമായിട്ട് നോക്കണം. അപ്പോൾ വേണ്ടേ, ഇതാണ് നമ്മുടെ സാധനം, ജമ്പ്. ഇത് കുറച്ച് പേർക്കൊക്കെ ആയിരിക്കും ഭയങ്കര ലോ കോസ്റ്റാണ്. 80 രൂപ ഉള്ള സാധനം. 80 രൂപയ്ക്ക് നമുക്കൊരു 6 മാസം ഗ്യാരൻറ്റിയാണ് ഉറുമ്പ് വരുത്തുള്ളത്. ഞാൻ എല്ലാ വർഷവും ഒരു 6 മാസം ആയിരിക്കും ഇത് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇത് അടിച്ച് വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മാസത്തേക്ക് ഉറുമ്പിനെ നോക്കണ്ട, അത്രയ്ക്ക് ഗ്യാരൻറ്റിയാണ്. അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ളതാണ്. നമുക്ക് ചീപ്പ് കോസ്റ്റിലും ചെയ്യാം. യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് കണ്ട്, നമ്മുടെ ഒരു ഡ്രിങ്ക്സിൻ്റെ കുപ്പിയാണ്. നമ്മൾ ഇതിനകത്തോട്ട് ഇത് മിക്സ് ചെയ്യും. ഇത് 2 രീതിയിൽ യൂസ് ചെയ്യാം. ഇതിൻ്റെ തരിതരിയായിട്ടുള്ളത് നമുക്ക് ഉറുമ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ അവിടെ ആ ഏരിയയിൽ ഇട്ടാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇതുകൂട്ട് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. 2 രീതിയിലും യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കൂടുതലും വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാറാണ്. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം. ആയിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കണം, നല്ലപോലെ മിക്സ് ആക്കണം. പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളും, ഒരുപാട് ടൈം എടുക്കില്ല മിക്സ് ആവാൻ. വേണ്ട, കളർ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ലപോലെ തന്നെ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇതുകൂട്ടൊരു ഗണ്ണാണ് വേണ്ടത്. ഇത് നമുക്ക് നേരത്തെ ഇവിടെ ഉണ്ടായി. ഞാൻ 100-120 രൂപയൊക്കെ എങ്ങാണ്ട് നേരത്തെ മേടിച്ചിരുന്നതായിരുന്നു. നമ്മൾ കാണാൻ ഞാൻ പറഞ്ഞില്ല, നേരത്തെ യൂസ് ചെയ്യുന്നുണ്ട് ഇത്.
ഇത് ടൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഉറുമ്പുള്ള ഏരിയയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ചുറ്റിനും ഒന്ന് അടിച്ചു കൊടുക്കാം. പിന്നെ ഇത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമ്മുടെ കേജിനകത്ത് വീഴാൻ പാടില്ല. കാരണം ഇത് ബേഡ്സിനും ഡേഞ്ചറാണ്, ഉറുമ്പിന് മാത്രമല്ല ബേഡിനും അത്യാവശ്യം ഡേഞ്ചറാണ്. അപ്പം ഒരു കാരണവശാലും കേജിനകത്തിലോ ഫുഡിനകത്തിലോ വാട്ടറിനകത്തിലോ ഒന്നും വീഴാതെ നോക്കണം. നമ്മളിപ്പോൾ കേജിനകത്ത് അടിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഫുഡും വാട്ടറും ഒന്നും കേജിനകത്ത് മാറ്റിയിട്ടില്ല. കാരണം അകത്തോട്ട് നമ്മൾ എന്തായാലും സ്പ്രേ ചെയ്തില്ല, നമ്മൾ വെളിയിൽ മാത്രമേ ഉള്ളൂ. കേജിന് ചുറ്റും ഇത് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റും അടിക്കണം. പിന്നെ നമ്മുടെ താഴെ പോക്കറ്റിൻ്റെ ഒരു കേജ് ഉണ്ട്, അതിൻ്റെ ചുറ്റിനൊന്ന് അടിക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് ആക്ച്വലി അറിയണം. നമ്മൾ ഈ ഉറുമ്പിനെ ഡയറക്റ്റ് നമ്മൾ അതിൻ്റെ ദേഹത്ത് തന്നെ അതിൻ്റെ കൂട്ടിൽ തന്നെ അടിക്കണമെന്നില്ല. നമ്മൾ വീട് ചുറ്റും അടിച്ചാൽ മതി, അവരത് പൊക്കോളും. ഇവർ ഡെത്ത് ആവുന്നതിനെക്കാട്ടി കൂടുതൽ ഇവർ ഈ ഏരിയ വിട്ടു പോകും. അതാണ് ഇതിൻ്റെ റിസൾട്ട് കൂടുതൽ. ഡെത്ത് ആവൽ കുറവാണ്. കറക്റ്റ് നമ്മളല്ലാതെ കൂടിൻ്റെ അല്ലെങ്കിൽ ഉറുമ്പിൻ്റെ ദേഹത്ത് അടിച്ചാൽ മാത്രമേ ഇവർ ഡെത്തായി പോകുന്നത് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുമല്ലോ, ഒരു 6 മാസത്തേക്ക് ഗ്യാരൻ്റിയാണ് സാധനം. പിന്നെ ഒരു ഉറുമ്പും നമ്മുടെ പഞ്ചായത്തിൽ പോലും ഉണ്ടാവില്ല. അപ്പം പിന്നെ ഇത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ മഴ സമയത്തൊന്നും അടിക്കരുത്. അത്യാവശ്യം നല്ല വെയിലോ ഉള്ള സമയത്ത് മാത്രമേ അടിയുള്ളൂ. കാരണം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ താഴെ കുറച്ച് ഫ്രിഡ്ജ് ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് അടിച്ചപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വീണിട്ട് അന്ന് രാത്രി മഴയും കണ്ടു പെയ്തു. മഴ പെയ്തിട്ട് പിറ്റേ ദിവസം താഴത്തെ ഫ്രിഡ്ജ് ബോക്സിലെ കംപ്ലീറ്റ് ഗപ്പീസും ഡെത്തായി പോകാൻ ചെയ്തത്. കാരണം ഇതിനകത്തുള്ള കെമിക്കൽ ഈ ഷെയ്ഡി വീണിട്ട് ഷെയ്ഡിൽ നിന്ന് ഫ്രിഡ്ജ് ബോക്സിനകത്ത് വീണ് മൊത്തം ഗപ്പീസും ഡെത്തായി പോവുകയാണ് ചെയ്തത്. അപ്പം അതും കൂടെ ശ്രദ്ധിക്കുക. നല്ല വെയിലുള്ള സമയത്തേ ഇത് അടിക്കാവുള്ളൂ, മഴയുള്ള സമയത്ത് അടിക്കരുത്, പണി കിട്ടും. നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന ഒരു കേജ്, ഒരു പേരേ ഉള്ളൂ. നമ്മുടെ അവരുടെ കേജിൻ്റെ ചുറ്റിനും ഇത് അടിക്കുന്നുണ്ട്. അവിടെ അത്ര ഉറുമ്പ് ശല്യം, ഒരു സമയത്ത് ഭയങ്കര ഉറുമ്പ് ശല്യമായിരുന്നു ഇവരിനകത്ത്. പക്ഷെ ഇപ്പോൾ അത്രയും കുഴപ്പമില്ല. ഇവിടെ ബേഡ് കുറവായിട്ടാണ്, ഒരു പേരേ ഉള്ളൂ. നമ്മൾ നേരത്തെ അന്ന് നമ്മൾ ഇത് ലിക്വിഡായിട്ട് ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അന്ന് തുണിയൊക്കെ വെച്ച് കെട്ടി കൊടുത്ത് നോക്കിയത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് അടിച്ചാൽ മാത്രം മതി. ഞാൻ പറയുന്നത് നല്ല റിസൾട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ചീപ്പ് കോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആ പൈസയുടെ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇത് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് അടിക്കുമ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾ അപ്പം തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കരുത്. നിങ്ങൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യുക. കാരണം ഇത് അടിച്ച് ഇമ്മീഡിയറ്റ് നിങ്ങൾക്ക് എഫക്റ്റ് തോന്നുന്നില്ല. അപ്പം തന്നെ ഉറുമ്പ് ചത്ത് വീഴണമെന്നില്ല. ഒരു ദിവസം വെയിറ്റ് ചെയ്യുക. 1-2 ദിവസത്തിനുള്ളിൽ 100% റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.